ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഷീറ്റിൽ ക്യാപ്റ്റൻ ആദ്യം എഴുതുന്ന പേരുകളിൽ ഒന്നായിരുന്നു രവീന്ദ്ര ജഡേജ. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങുന്ന, ഫീൽഡിംഗിൽ പറക്കുന്ന മാന്ത്രികൻ. എന്നാൽ കാലം മാറുകയാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന വിശേഷണം ജഡേജയിൽ നിന്നും അകന്നു പോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ന്യൂസിലൻഡിനെതിരായ രണ്ടാം ഏകദിനം രാജ്കോട്ടിൽ നടക്കാനിരിക്കെ ജഡേജയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നത് ടീമിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന വാദത്തിന് ഗൗരവകരമായ കണക്കുകളുടെ പിന്തുണയുണ്ട്. ഒരു താരത്തിന്റെ മികവ് അളക്കുന്നത് ശക്തരായ എതിരാളികൾക്കെതിരെ അയാൾ എങ്ങനെ പ്രകടനം നടത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ന്യൂസിലൻഡ് എക്കാലത്തും ഇന്ത്യൻ സ്പിന്നർമാരെ കൃത്യമായി പഠിച്ചു കളിക്കുന്ന ടീമാണ്. ജഡേജയുടെ കരിയറിലെ ഏറ്റവും മോശമായ റെക്കോർഡുകളിലൊന്ന് ന്യൂസിലൻഡിനെതിരായാണ്. കണക്കുകൾ പരിശോധിച്ചാൽ 208 ഏകദിനങ്ങളിൽ നിന്നും 232 വിക്കറ്റുകൾ വീഴ്ത്തിയ ജഡേജയ്ക്ക് ന്യൂസിലൻഡിനെതിരെ കളിച്ച 17 മത്സരങ്ങളിൽ നിന്നും വെറും 10 വിക്കറ്റുകൾ മാത്രമേ നേടാനായിട്ടുള്ളൂ. ഒരു സ്പിന്നറെ സംബന്ധിച്ച് 77.60 എന്ന ബൗളിംഗ് ശരാശരി അങ്ങേയറ്റം ദയനീയമാണ്. അതായത് കിവിസിനെതിരെ ഒരു വിക്കറ്റ് വീഴ്ത്താൻ ജഡേജ ശരാശരി 77 റൺസിലധികം വിട്ടു നൽകേണ്ടി വരും. 91.2 എന്ന സ്ട്രൈക്ക് റേറ്റ് സൂചിപ്പിക്കുന്നത് ഏകദേശം 15 ഓവറുകൾ എറിഞ്ഞാലാണ് അദ്ദേഹം ഒരു വിക്കറ്റെങ്കിലും വീഴ്ത്തുന്നതെന്നാണ്. രാജ്കോട്ട് പോലുള്ള ബാറ്റിംഗ് പിച്ചുകളിൽ ഇത്തരം ഒരു ബൗളറെ വിശ്വസിച്ച് പന്ത് ഏൽപ്പിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. രവീന്ദ്ര ജഡേജയുടെ ഏറ്റവും വലിയ കരുത്ത് കൃത്യമായ ലൈനിങ്ങും ലെങ്തിലും പന്തെറിഞ്ഞ് ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി വിക്കറ്റ് വീഴ്ത്തുക എന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആ മാന്ത്രിക സ്പർശം ജഡേജയ്ക്ക് നഷ്ടപ്പെട്ടതായി കാണാം. കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കം മുതൽ 11 ഏകദിനങ്ങളിൽ പന്തെറിഞ്ഞ് ജഡേജയ്ക്ക് കേവലം 12 വിക്കറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇതിൽ തന്നെ അവസാന 4 മത്സരങ്ങൾ എടുത്താൽ ആകെ വീഴ്ത്തിയത് ഒരേ ഒരു വിക്കറ്റ്. മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി എതിരാളികളെ തളയ്ക്കുന്ന സ്പിന്നറുടെ അഭാവം ഇന്ത്യയെ പലപ്പോഴും ബാധിക്കുന്നുണ്ട്. ആദ്യ ഏകദിനത്തിൽ 10 ഓവറിൽ 56 റൺസ് വിട്ടു നൽകിയെങ്കിലും ഒരു വിക്കറ്റ് പോലും നേടാൻ അദ്ദേഹത്തിനായില്ല. റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടുന്നുണ്ടെങ്കിലും വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയാത്ത ഒരു ബൗളർ ആധുനിക ക്രിക്കറ്റിൽ ഒരു ലയബിലിറ്റി തന്നെയാണ്. പ്രായം കൂടുന്തോറും പന്തിന്റെ വേഗതയിലും ടേണിലും വരുന്ന കുറവ് ജഡേജയുടെ ബൗളിംഗിലെ മൂർച്ച കുറയ്ക്കുന്നു എന്ന് വേണം കരുതാൻ. 7-ാം നമ്പറിലോ 8-ാം നമ്പറിലോ ഇറങ്ങുന്ന ഒരു താരത്തിൽ നിന്നും ടീം പ്രതീക്ഷിക്കുന്നത് മിന്നൽ വേഗത്തിലുള്ള റൺസുകളാണ്. എന്നാൽ ജഡേജയുടെ ബാറ്റിംഗ് ഗ്രാഫ് പരിശോധിച്ചാൽ അവിടെയും വലിയ ഇടിവ് കാണാം. 2023 മുതൽ കളിച്ച 37 ഏകദിനങ്ങളിൽ നിന്നും 82.48 എന്ന സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് ജഡേജയ്ക്കുള്ളത്. T20 സ്വാധീനമുള്ള ഇന്നത്തെ ഏകദിന ക്രിക്കറ്റിൽ 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത ഒരു ലോവർ ഓർഡർ ബാറ്റർ ടീമിന് ഭാരമാണ്. കഴിഞ്ഞ 37 മത്സരങ്ങൾക്കിടയിൽ ജഡേജ ആകെ പായിച്ചത് വെറും 5 സിക്സറുകൾ മാത്രമാണ്. അവസാന ഓവറുകളിൽ വലിയ ഷോട്ടുകൾ കളിക്കാനുള്ള താരത്തിന്റെ ശേഷി കുറഞ്ഞു വരുന്നതിന്റെ തെളിവാണിത്. പണ്ട് തനിയെ മത്സരം ജയിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്ന ജഡേജ ഇപ്പോൾ ഗ്രീസിൽ എത്തിയാൽ സിംഗിളുകൾ എടുത്ത് സ്ട്രൈക്ക് കൈമാറാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഇത് കൂടെയുള്ള ബാറ്റർമാർക്ക് കൂടുതൽ സമ്മർദ്ദം നൽകുന്നു. നിലവിൽ ഗിൽ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശ്രേയസ് അയ്യർ തുടങ്ങിയവരടങ്ങുന്ന ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ വളരെ ശക്തമാണ്. അതിനാൽ തന്നെ ജഡേജയെ പോലെ ഒരാളുടെ ആവറേജ് ബാറ്റിംഗ് പ്രകടനം ടീമിന് അത്യാവശ്യമല്ല. ഇന്ത്യക്ക് ഇപ്പോൾ വേണ്ടത് വിക്കറ്റ് ടേക്കറായ ഒരു സ്പിന്നറെയോ അല്ലെങ്കിൽ അതിവേഗം റൺസ് അടിച്ചു കൂട്ടുന്ന ഒരു ഓൾറൗണ്ടറെയോ ആണ്. വാഷിംഗ്ടൺ സുന്ദറിനെ പോലുള്ള യുവതാരങ്ങൾ അവസരം കാത്തു നിൽക്കുമ്പോൾ ജഡേജയുടെ ഫോമില്ലായ്മ ടീം മാനേജ്മെന്റിന് തലവേദനയാകുന്നു. എന്തിനാണ് ജഡേജ ഇപ്പോഴും ടീമിൽ നിലനിർത്തുന്നത് എന്ന ചോദ്യത്തിന് ഫീൽഡിംഗ് എന്ന ഒറ്റ ഉത്തരമേ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർ ആണെങ്കിലും ബാറ്റിംഗിലും ബൗളിംഗിലും സംഭാവന നൽകാൻ കഴിയാത്ത ഒരാളെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നത് നീതികരമല്ല. ടീം മാനേജ്മെന്റിന് പോലും ജഡേജയുടെ റോളിൽ വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. വിക്കറ്റ് വീഴ്ത്താൻ കുൽദീപ് യാദവിനെയും റൺസ് കണ്ടെത്താൻ അക്ഷർ പട്ടേലിനെയും പോലുള്ള ഓപ്ഷനുകൾ ഉള്ളപ്പോൾ ജഡേജയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. സ്വന്തം തട്ടകമായ രാജ്കോട്ടിൽ ജഡേജയ്ക്ക് പിന്തുണയുണ്ടാകാം. എന്നാൽ വൈകാരികമായ തീരുമാനങ്ങളല്ല, പ്രായോഗികമായ നീക്കങ്ങളാണ് ഇന്ത്യക്ക് ആവശ്യം. ന്യൂസിലൻഡിനെതിരെ ആദ്യ മത്സരത്തിൽ കണ്ട പിഴവുകൾ തിരുത്തണമെങ്കിൽ ജഡേജയ്ക്ക് പകരം കൂടുതൽ യുവത്വവും വേഗതയുമുള്ള ഒരു താരത്തെ പരീക്ഷിക്കണം. ജഡേജയുടെ കരിയർ അവസാനിച്ചുവെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ നിലവിലെ ഫോമിൽ അദ്ദേഹം ടീമിന് ഒരു മാച്ച് വിന്നർ അല്ല. വിശ്രമം നൽകിയോ അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോം തെളിയിക്കാൻ ആവശ്യപ്പെട്ടോ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ടീം ഇന്ത്യയുടെ ഭാവിക്കും ജഡേജയുടെ തന്നെ കരിയറിനും ഗുണകരമാകും. ക്രിക്കറ്റിൽ ആരും അനിവാര്യരല്ല. സച്ചിൻ ടെണ്ടുൽക്കറേയും MS ധോണിയെ പോലുള്ള ഇതിഹാസങ്ങൾ പോലും ഫോം ഇല്ലാതിരുന്നപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ ഇന്ത്യൻ ക്രിക്കറ്റിൽ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതുമാണ്. എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം അദ്ദേഹം ഒരു പ്ലേയിങ് 11 മെറ്റീരിയൽ അല്ല. രാജ്കോട്ട് ഏകദിനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ടീമിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്താൻ BCCI ടീം മാനേജ്മെന്റും തയ്യാറാകണം. സ്പിൻ ബൗളിംഗ്, വൈവിധ്യമുള്ള വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ള യുവരത്നങ്ങളെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.